സോ ഗായ്സ് നമ്മൾ പെട്ടു ഗായ്സ്. നമ്മൾ ശരിക്കും പെട്ടു. തൂക്കി നമ്മളെ ശരിക്കും തൂക്കി. എവിടെ പോവാ? നമ്മള് മോൺട്രിയൽ നമ്മളെ കൊണ്ടാക്കാനായിട്ട് രാഹുൽ വന്നിട്ടുണ്ട്. കാൽഗറി എയർപോർട്ടിൽ കൊണ്ടാക്കാൻ റെന്റിയറിയ ആള് വന്നേക്കോ. എന്താ എന്തുകൊണ്ടാ ഇങ്ങോട്ട് നാട്ടിലേക്ക് സന്തോഷമുണ്ടോ? PR കിട്ടിയതിന്റെ സന്തോഷം. ഗൈസ്, രാഹുൽ നാളെ നാട്ടിൽ പോകാൻ തുടങ്ങുവാണ്. ഫുൾ യാത്രകളാണ്. പാവം വർക്കും കഴിഞ്ഞ് റൂം ഷിഫ്റ്റ് ചെയ്ത് തളർന്നിട്ടാണ്. രാഹുൽ എത്ര ആളുണ്ട് നാട്ടില്? 3 weeks വെക്കേഷൻ. ഓക്കെ, നൈസ്, അടിപൊളി. അപ്പൊ ഇപ്പൊ നമ്മള് ആദ്യം പോയി ഫുഡ് കഴിക്കുന്നു. രാഹുലേട്ടൻ നമുക്ക് എല്ലാവർക്കും ഫുഡ് വാങ്ങിച്ചിരുന്നു. ഇത് സ്ക്രിപ്റ്റിൽ ഇല്ലല്ലോ. ഇത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യമാണല്ലോ പറയണത്. എന്നിട്ട് രാഹുൽ നമ്മളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെയാണുള്ളത്. അപ്പൊ ഇനി എയർപോർട്ടിൽ കാണാം. നേരെ എയർപോർട്ടിൽ കാണാം. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. എന്നിട്ട് നട്ടപ്പാതിര 11 മണി. എന്നിട്ട് എനിക്ക് തോന്നുന്നു എല്ലാരും ലോങ് ഫ്ലൈറ്റ്സ് എടുക്കാൻ വേണ്ടിട്ടുള്ള യാത്രയിലാണ് എല്ലാരും. അപ്പൊ ഹാപ്പി ലോങ് വീക്കെൻഡ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ബോർഡിംഗ് പാസ് ചെക്ക് ഇൻ ചെയ്തു. പ്രിൻസ് അവിടെ ബാഗ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു സീറ്റാ കിട്ടിയെന്ന്. അടിപൊളി സീറ്റ്. യെസ്, ആരുമില്ല. Bye-bye. Thank you. Bye-bye. Thank you. Take care. Thank you. Bye-bye. Thank you. Bye-bye. Thank you. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ടൂർ വണ്ടി കിട്ടി. ഞാൻ ലോക്ക് പിന്നടിക്കട്ടെ. നീ പിന്നടിക്കടാ. എന്നെ ഇത് കാണിക്കാൻ പാടില്ല. പോടാ, നീ അടിക്കടാ. അപ്പോൾ ഗൈസ്, നമ്മൾ ടൂറിൽ വണ്ടി ബുക്ക് ചെയ്തിട്ട് നമ്മളിപ്പം എന്താ പറയാ, വണ്ടി കൈവശം ചെയ്യുന്ന എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് നിങ്ങൾ കണ്ടത്.
പ്രൊസീജിയർ. ഇനി നമ്മൾ വണ്ടി കയറിയിട്ട് വണ്ടി ഒന്ന് ടൂറോല് ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഇവിടുന്ന് മുന്നോട്ടേക്ക് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ ടിമോട്ടൻസി പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മൾ ഓട്ടോവേയിലേക്ക് സ്ട്രൈറ്റ് ഡ്രൈവ് ചെയ്യുകയാണ്. അപ്പൊ ഇനി ഓട്ടോവേയിൽ എത്തിയിട്ട് കാണാം. ടിമോട്ടൻസിൽ എന്താ കാണിക്കാനുള്ളത്? സ്ഥിരം ചായക്കടയില് പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇനി ഓട്ടോവേയിൽ കാണാം. ഓൺ ദ വേ. സോ ഗായ്സ്, നമ്മൾ പെട്ടു ഗായ്സ്. നമ്മൾ ശരിക്കും പെട്ടു. തൂക്കി, നമ്മളെ ശരിക്കും തൂക്കി. വേറൊന്നുമല്ല, ഇത്രയും നാൾ ഞാൻ കണ്ട കാനഡയല്ല കിഴക്കൻ പ്രവിശ്യയിലേക്ക് വന്നപ്പോൾ ഞാൻ കണ്ടത്. പൊന്നു പോലെ ഇവിടെ വന്നിട്ട് ചായക്കടയിൽ വന്നിട്ട് ഇമോട്ടൻസി വന്ന് ഓർഡർ ചെയ്യാൻ നോക്കിട്ട് ആദ്യം തന്നെ ചേച്ചി പറയാം ബോൺഷൂർ. അപ്പൊ എനിക്ക് ഫ്രഞ്ചാണ് അറിയാം. അപ്പൊ ആദ്യത്തെ ബോൺഷൂ മാത്രം ഉണ്ടാവുള്ളൂ എന്നാ ഞാൻ ഓർത്തത്. എന്നിട്ട് ഓർഡർ ചെയ്യാൻ തുടങ്ങിയപ്പോ ചേച്ചിക്ക് എന്താ പറയാ, ഇംഗ്ലീഷ് അറിയത്തില്ല. പെട്ടില്ലേ. പിന്നെ ഓർഡർ ഒരു കണക്കിന് ഓർഡർ ചെയ്ത് ഒപ്പിച്ചു. എന്നിട്ട് സാധനം വന്നപ്പോഴും അവർ അതുപോലെ പറയണത്. പിന്നെ ഞാൻ കണ്ണും പൂട്ടി ഒരു സാധനം വന്നപ്പോ പൊതി കണ്ടപ്പോ നമ്മുടെ അത് തോന്നി, പൊതി എടുത്തോണ്ട് പോന്നു. ഏതെങ്കിലും സായിപ്പ് പുറകെ വന്നു, ആ തമ്പുരാന്റെ അറിയാം. എനിവേ, ഇവിടെ ക്യൂബക്കില് ഫ്രഞ്ചാണ് ആൾക്കാർ സംസാരിക്കുന്നത്. ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി, ഫ്രഞ്ച് സ്പീക്കിംഗ് പീപ്പിൾ ആണ് ഫ്രാങ്കോഫോൺ. അപ്പോ ഇതാണ് ഞാൻ കാണാത്ത കാനഡ. അത് മാത്രല്ല, ഇന്നലെ കടന്നുറങ്ങുമ്പോ മറ്റേ ഫ്ലൈറ്റിൽ സംഭവിച്ച വരാ. ഇന്നലെ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് നമ്മള് 2 മണി 2:30 എങ്ങാണ്ടായി ഫ്ലൈറ്റ് എടുത്തപ്പോ കാലിക്കറിന്ന്. അപ്പൊ അന്നേരം ഫ്ലൈറ്റിലെ അറ്റൻഡന്റ് പുള്ളിയുടെ ജോലിയുടെ ഭാഗമായിട്ട് വന്ന് എല്ലാവർക്കും ഡ്രിങ്ക്സും ബിസ്ക്കറ്റോ അങ്ങനെ സ്നാക്കൊക്കെ കൊടുക്കണതാണ്. ഉറങ്ങി കിടക്കുന്ന ഇവനെ വിളിച്ചെണീപ്പിച്ചിട്ട് ഫ്രഞ്ച് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു എനിക്ക് ഫ്രഞ്ച് അറിയില്ല എന്ന്. അപ്പൊ തന്നെ പുള്ളി ഹിന്ദി में बात करता सकता हो? I don't know Hindi either bro. അപ്പൊ പുള്ളി ചോദിച്ചു നിനക്ക് ഏത് ഭാഷ അറിയാം? അപ്പൊ പറഞ്ഞു I know മലയാളം. Oh, what kind of language is that bro? അപ്പം പറഞ്ഞു കേരളാസെ, ലൈക് പരമസുന്ദരി കേരളാസെ. അങ്ങനെ അതാണ് ഇവിടുത്തെ. അതായത് ഫ്ലൈറ്റിൽ കയറിയപ്പോ തൊട്ട് ഫ്രഞ്ചിന്റെ ഒരു അപ്രമാദിത്വം നമ്മളവിടെ കാണുകയാണ്. മീൻസ് ഞാൻ ജോലി സ്ഥലത്തുനിന്ന് മോൺട്രിയല് പോവാന്ന് പറഞ്ഞപ്പം ലൈക്ക് എന്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആൾക്കാര്. പക്ഷെ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് സംതിങ് ലൈക്ക് ദിസ് ടു ബി ഓണസ്റ്റ് വിത്ത് യു. അപ്പം ഇതാണ് ഫസ്റ്റ് പിക്ചർ മോൺട്രിയലിന്റെ. ശേഷം വിശേഷങ്ങൾ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ബൈ. ആണ് സത്യം പറഞ്ഞ ഇവിടെ കോംപ്ലിക്കേറ്റഡ് റോഡ്സ്. ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ പഴയ സിറ്റി അല്ലേ, മേ ബി അതിന്റെ ആവാം. കാരണം ഇച്ചിരി ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ ആൽബർട്ടയിൽ ഓടിക്കുന്നതിനെക്കാട്ടി ഇച്ചിരിയും കൂടി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റോഡ്സ് ആണ് ഇവിടെ കാണുന്നത്. മേ ബി പണ്ട് ഉണ്ടാക്കിയ സിറ്റി ആയതുകൊണ്ട് പ്ലാനിങ് കുറവായിട്ടായിരിക്കാം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ മാപ്പിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടോ ഇങ്ങനത്തെ ഇടതും വലതും ഇങ്ങനെ മിക്സ് ആക്കി ഒരുമാതിരി പിന്നെ ചില സൈൻസ് ഒന്നും വ്യത്യാസമുണ്ട്. ആയിരിക്കും ചിലപ്പോ എനിക്ക് അറിയാത്തോണ്ടായിരിക്കും. ഞാൻ ആൽബർട്ടയിലും BC-യിലും മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. BC-യിൽ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷെ ഇവിടെ ഇച്ചിരി ഭയങ്കര ക്യാമറ എവിടെ ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. വലിയ ക്രെയിന് തിരി നോക്കറ. കൺസ്ട്രക്ഷൻ ഹൗസിംഗ്. ഇവിടുത്തെ സിഗ്നൽസും കാണാൻ വ്യത്യാസമുണ്ട്. ചിലപ്പോ പഴയ സിഗ്നൽസ് ആയിരിക്കും. കണ്ടതിൽ വെച്ചിട്ട് ബിൽഡിങ്സ് എല്ലാം ഇച്ചിരി കൂടി ഒരു പഴയ ടൈപ്പ് ബിൽഡിങ്സ് ആണ് കാണുന്നത്. മോൺട്രിയലിൽ കൂടുതലായിട്ടും. ഒട്ടവ ഇപ്പം കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും എഴുതുന്നത് മൊത്തം ഫ്രഞ്ച് ആണ്. നീ അവിടെ ഒരു ബ്രൂക്ക് ഫീൽഡ് കാണുന്നുണ്ടോ? ബ്രൂഡ്ലി എന്റെ എക്സ് റൂംമേറ്റ് ബേസിൽ ജോസ് എന്ന് പറഞ്ഞൊരു ചേട്ടായുണ്ട്. പുള്ളി വർക്ക് ചെയ്യുന്നത് ബ്രൂക്ക് ഫീൽഡിലാണ്. അത് ഈ ബ്രൂക്ക് ഫീൽഡ് എനിക്കറിയില്ല. ബ്രൂക്ക് ഫീൽഡ് റിന്യൂവബിൾസ് ആണ്. അവർക്ക് അവർ റിയൽ എസ്റ്റേറ്റിലുണ്ട്. അങ്ങനെ പല ഫീൽഡിലും വലിയ കമ്പനിയാണ്. US ബേസ്ഡ് എന്തോ ആണ്. എനിക്കറിയില്ല പുള്ളി അവിടെയാണോ ഈ ബിൽഡിംഗ് കാണുന്ന ബിൽഡിങ്ങിലാണോ പുള്ളി വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല.
പുള്ളി ഇപ്പൊ നാട്ടിലാണ്. പുള്ളി ഞാൻ വിളിച്ചില്ല കേട്ടോ. ചെലപ്പോ ഇപ്പൊ കാരണം ഇവിടെ മൊത്തം ഫ്രഞ്ച് ആണ്, അതാണ് ഒന്നാമത് വായിച്ചിട്ട് മനസ്സിലാവുക. നമ്മളിപ്പോ നേരെ പൊക്കൊണ്ടിരിക്കുവാണ്. നേരെ പോയി ഒരു സിഗ്നൽ കഴിഞ്ഞാൽ ഒരു പാലം വരും. ആ പാലം കഴിഞ്ഞാൽ അടുത്ത പ്രോവിൻസ് ആണ്. ഇപ്പൊ നമ്മളുള്ളത് ക്യൂബെക്കിലാണ്. മോൺട്രിയൽ എന്താ പ്രൊവിഷ്യ അങ്ങനെയല്ല മലയാളത്തിൽ പറയാം, പ്രവിശ്യ. അപ്പൊ ഇപ്പൊ ആ പ്രവിശ്യയിൽ നിന്ന് നമ്മളിപ്പോ ഈ സിഗ്നൽ കഴിഞ്ഞ് ആ പാലം കൂടെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്തും ഒന്റേറിയോ. അങ്ങനെ ഞാൻ കാനഡയിൽ ഒരു പ്രോവിൻസിലും കൂടെ കാലുകുത്തുകയാണ് സുഹൃത്തുക്കളെ, കാലുകുത്തുകയാണ്. ഇവൻ നേരത്തെ കുത്തിയിട്ടുള്ളതാണ്. ഞാൻ കിങ്സ്റ്റൺ വരെ വന്നിട്ടുണ്ട്. കിങ്സ്റ്റൺ അത്ര 2 മണിക്കൂർ അറ്റേ ഉള്ളൂ. കിടിലം ബസ്, ലേഡി ഡൈവ് ടൂർ ബസ്സാ. അത് ഇതിലിറക്കാൻ പറ്റും, ബോട്ട് വെള്ളത്തിലിറക്കാനൊന്നും പിന്നെ അതിന്റെ ബാക്കിൽ ലൈഫ് ബോയ് കിട്ടേക്കണേ. ലൈഫ് ബോയോ? പിന്നെ ലൈഫ് ജാക്കറ്റ് അല്ല, വട്ടത്തിലുള്ള സാധനത്തിന് പിന്നെ എന്താ പറയണേ? അതിന് ലൈഫ് ബോയ് എന്നാണ്. ലൈഫ് ബോയ് എന്ന് പറയണേ. ലൈഫ് ബോയ് നിന്റെ ഒക്കെ ലൈഫ് ബോയ് സോപ്പ് മാത്രമല്ലേ ഉള്ളൂ, നിന്റെ അറിവില്ലായ്മ. ചാറ്റ്ജിപിടിയോട് ചോദിക്കാൻ സമയമായിരിക്കും. ഞാൻ അങ്ങനെയല്ലേ, ഇത് മനസ്സിലാവുന്നില്ല, നോക്കണം. കാനഡയിലെ പല സോറി പോട്ടെ, നമ്മളടുത്ത അതേടെ വട്ടം ചാടാൻ വരുന്നുണ്ട് കേട്ടോ. അയ്യോ പേടിക്കണ്ട, നിനക്ക് ഡാഷ് ക്യാം ഉണ്ട്. മറ്റേ അത് 2 പെമ്പിള്ളേരും എടുത്തോണ്ട് പോയ. നമ്മള് വേണ്ട ഇപ്പൊ ഈ പാലം കയറി ഇറങ്ങി കഴിഞ്ഞാൽ പ്രൊവിൻസ് മാറി. അതെ, ഇതിപ്പോ നമ്മൾ ക്യൂബെക്കിൽ നിന്ന് അവിടെ നമുക്ക് പാർലമെന്റ് മന്ദിരാണ് കാണുന്നത്. പാർലമെന്റ് ഹിൽ. ഓ മൈ ഗോഡ്, നമ്മൾ പ്രോവിൻസ് മാറുകയാണ്, നമ്മൾ ഒണ്ടാരിയോയിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ഒഫീഷ്യലി നമ്മൾ ഒണ്ടാരിയോയിൽ ഗാറ്റിനോയിൽ നിന്നും ഒണ്ടാരിയോയിലുള്ള ഓട്ടോവയിലേക്ക് കയറിയിരിക്കുകയാണ്. കാനഡയുടെ ഭരണസിരാ കേന്ദ്രം. മാർക്ക് കാർണി വിരാജിക്കുന്ന പുള്ളിയുടെ വിഹാര കേന്ദ്രം. ഇവിടെ എല്ലാ പ്രൊവിൻസിന്റെയും കൊടികളുണ്ട്. നമ്മളെ ആൽബർട്ടന്റെ ഉണ്ടാവൂലോ? ആൽബർട്ടന്റെ കൊടി കാണുന്നില്ല. ചവിട്ടിന്നൊക്കെ ആൽബർട്ടന്റെ കൊടിയുടെ ആ ചുമന്ന സിഗ്നലിന്റെ പുറകിൽ എന്ത് കൊടിയാ? അത് ആൽബർട്ടയാണോ? അതെ അതെ ആൽബർട്ട സിഗ്നലിന്റെ പുറകില്. പച്ചയും മഞ്ഞയും സസ്കാച്ചനാന്ന് തോന്നുന്നു. ശരിക്കും ആ ബിൽഡിംഗ് നല്ല രസമുണ്ട്. മാർക്കാറിനോട് എന്താണ് പറയണ്ടേ? മാർക്കാറിനോട് ചേട്ടാ ഇങ്ങനെയൊക്കെ ഭരിച്ചു കഴിഞ്ഞാൽ നാട് മുടിയൂന്ന് പറയണം. അങ്ങനെ പറയണ്ട, നമുക്ക് മാർക്കാറിനോട് പറയാം, ഒന്ന് പൈപ്പ് ലൈനെല്ലാം കണക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി എണ്ണയൊക്കെ കൊടുത്ത് കാനഡനെ വലുതാക്കായിരുന്നു. അതാകുമ്പോ ജോലി സാധ്യതയൊക്കെ വന്ന് നമുക്ക് ഈ ഓയിൽ സാൻഡ്സിനെ, ഡേർട്ടി ഓയിൽ സാൻഡ്സിനെ പിടിച്ച് നല്ല ഓയിൽ സാൻഡ് ആക്കി ഇവിടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഒക്കെ പ്രോസസ് ഒക്കെ ചെയ്ത് നമുക്ക് കുറെ പൈസകൾ വരാം. വെറുതെ US-ന് ഇവിടുത്തെ അസറ്റ് ഉപയോഗിക്കാൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് എത്രയാണ് കനേഡിയൻ കൊടികള്? നമ്മളിപ്പോ ന്യൂഡൽഹിയിൽ പോണ ഫീലാണ്. സത്യല്ലേ? ശരിക്കും നീ പറഞ്ഞ കറക്റ്റാ. കാനഡയുടെ ന്യൂഡൽഹി. ഇന്ത്യക്ക് ന്യൂഡൽഹി പോലെ കാനഡയ്ക്ക് ഓട്ടവ. ലോങ് വീക്കെൻഡ് വേണ്ടെന്നു, തിരക്കൊന്നുമില്ല റോഡില്. കാരണം ഒന്നാമത് ഇവിടുന്ന് എല്ലാരും ഇറങ്ങി ഓടാനല്ല നോക്കുക. ലോങ് വീക്കെൻഡ് അല്ലേ. ബ്യൂട്ടിഫുൾ. പാർക്കിംഗ് എവിടെയാടാ അറിയില്ല, തപ്പണ്ടേ. ഇവിടെ എല്ലാരും ഓടാൻ പോകുന്നുണ്ട് രാവിലെ തന്നെ. നല്ല വെതർ, ഇച്ചിരി ഓവർകാസ്റ്റ് ഒക്കെ ആയി. എല്ലാം ഗവൺമെന്റ് ഓഫീസുകളാണ് തോന്നി, സൈഡിലുള്ള ബിൽഡിങ്സ് എല്ലാം. സത്യം. Like all the buildings look really good, to be honest with you. നീ എന്നോട് ഹോണസ്റ്റ് ആവണ്ട, സംഭവം പൊളിയല്ലേ. ഹാരി പോട്ടറിന്റെ കാസിൽ ഒക്കെ പോലെ ഉണ്ട്. ആ പച്ച ഇതാണ്. നമുക്ക് ബാൻഫിൽ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു കാസല്ലേ. അത് ഫെയർമൗണ്ടിന്റെ അല്ലേ? ഫെയർമൗണ്ടിന്റെ അത് കാസിലായിരുന്നു, പിന്നെ അത് ഹോട്ടലായി. വേറെ തന്നെ ഒരു ഭംഗി ഇവിടെ. എനിക്ക് ഇവിടുത്തെ പാർക്കിംഗ് ഒന്നും അറിയില്ല, അതുകൊണ്ട് എല്ലാരും കണ്ടുപിടിക്കാടാ. നോക്കട്ടെ, ഈ ബിൽഡിംഗ് നല്ല ഭംഗിയുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓ, ഈ ലൈനിൽ നിന്നാലേ നേരെ പോകാൻ പറ്റുള്ളൂ. അതൊക്കെ റൈറ്റ് ലൈനാ. ഭാഗ്യം മുന്നേ ഞാൻ ഈ ലൈനിൽ നിന്നത്. എനിക്ക് ഫോളിന്റെ സമയത്ത് വരാൻ തോന്നുന്നു. വരാം. നല്ല ഭംഗിയുണ്ടല്ലേ.
നമ്മൾ ഈ സമയത്ത് ഇറങ്ങി നിന്നേ. എവിടെ വണ്ടി വെക്കുന്നു എനിക്ക് ഒരു ധാരണയില്ല സുഹൃത്തുക്കളെ. നിങ്ങൾക്കായിരിക്കും അറിയെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. This is the Parliament of Canada. Canadian Parliament Hill. നമ്മൾ അവിടെയാണ് നടക്കാൻ പോകുന്നത്. എവിടെ വണ്ടി വെക്കും നമുക്ക് നോക്കാടാ, അവിടെ പാർക്കിംഗ് ഉണ്ടോ? ഇറ്റ്സ് ആക്ച്വലി ബ്യൂട്ടിഫുൾ. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പൊ ആ ബിൽഡിംഗ് എന്നാ നേരെ മുന്നിലുള്ളത്? പോട്ടെ ഇയാളും ഇവിടെ അല്ല, പോട്ടെ ഇവരെന്നെ, നീ പോട്ടെ. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. ആ ചെക്കൻ എന്നെ നോക്കി ചിരിക്കുന്നു, പാവം. ഇത് വരച്ചു വെച്ച പോലെ ഉണ്ടല്ലേ? സത്യം എനിക്കറിയില്ല വീഡിയോ എത്രത്തോളം പിന്നെന്താ പറയാ ഇമ്പാക്ട് കൊണ്ടുവരുന്നല്ലേ, എത്രത്തോളം ബ്യൂട്ടി കൊണ്ടുവരുന്നു. പക്ഷെ ഇത് ശരിക്കും വരച്ചു വെച്ച പോലെ ഉണ്ട്. പണി നടക്കുന്നുണ്ട് ഇപ്പോഴും. എനിക്കൊന്ന് റെസ്റ്റോറേഷനോ അങ്ങനെ എന്തെങ്കിലും ആവാനാണ് സാധ്യത. ഇറ്റ്സ് ആക്ച്വലി ബ്യൂട്ടിഫുൾ. ഞാൻ ചിലപ്പം ഒട്ടോവ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ ഇത് കാണാൻ നിൽക്കൂല. കാരണം ഇറ്റ്സ് നോട്ട് മൈ എന്താ പറയാ ടേസ്റ്റ്. എന്താ ടേസ്റ്റ് മീൻസ് എനിക്ക് ഇങ്ങനത്തെ എന്താ പറയാ ഈ ഫെഡറൽ ബിൽഡിങ്സ് അങ്ങനത്തെ ഒന്നും കാണാൻ വലിയ താല്പര്യമില്ല. പക്ഷെ ഇത് ഭയങ്കര വെറുത്തിട്ടാണ് ടു ബി ഓണസ്റ്റ് വിത്ത് യു. നോക്കടാ, അതെല്ലാം ഒരുമാതിരി മീൻസ് നമ്മള് ലെഗോ ഇല്ലേ, ലെഗോ ഒക്കെ എടുത്ത് വെച്ച പോലെയുണ്ട്. എനിക്കൊന്ന് യൂറോപ്യൻ കൺസ്ട്രക്ഷൻ രീതി ആയിരിക്കും അല്ലേ? യൂറോപ്യൻസ് ആണല്ലോ അല്ലേ? എവിടെ പാർക്ക് ചെയ്യടാ വണ്ടി? നമുക്ക് നോക്കാടാ. പാർക്കിംഗ് അതിനുള്ളിൽ കയറ്റാൻ പറ്റുമോ? അതിനുള്ളിൽ കയറ്റാൻ പറ്റില്ല, അതിന്റെ ഉള്ളിൽ ആൾക്കാർ നിൽക്കൂലേ. പോട്ടെ, നീന്തലും പോട്ടെ, നമുക്ക് നേരെ പോട്ടെ. ആ ഊട്ടി പാർക്കിംഗ് കാണും ഇവിടെ എവിടെയെങ്കിലും. അപ്പൊ നമുക്കിനി വണ്ടി പാർക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ബാങ്ക് ഓഫ് മോൺട്രിയലിന്റെ ഹെഡ് ഓഫീസ് ആണെന്ന് തോന്നുന്നു. ഒട്ടാവ ബ്രാഞ്ച് ഫൗണ്ട് ഇൻ 1842. എത്ര വർഷങ്ങൾക്ക് മുമ്പ്? ഓവർ 150 years. 150? Yeah. Almost 180 years. 180. പൊളി ഭയങ്കര കിടില ആർക്കിടെക്ചർ ഉള്ളതും അറിയാലോ. എനിക്ക് തോന്നുന്നു ആൽബർട്ടയില് ഇങ്ങനത്തെ ബിൽഡിങ്സ് ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു യൂറോപ്യൻ ടച്ച് ഒക്കെ ഉണ്ടല്ലേ? എന്ത് തോന്നുന്നു പ്രിൻസ് നിനക്ക്? നിന്റെ ആഗ്രഹമല്ലായിരുന്നോ? നിന്റെ ആഗ്രഹമല്ലായിരുന്നോ പ്രിൻസേ ഇങ്ങോട്ടേക്ക് വരണം? നിനക്ക് എന്ത് തോന്നുന്നു? നല്ല കാനഡിയൻ പാർലമെന്റ് മന്ദിരം കാനഡയിൽ വന്നിട്ട് 6 കൊല്ലമായി. ഇപ്പോഴാണ് ഇവിടെ വരാനൊരു അവസരം കിട്ടുന്നത്. വളരെ നല്ല കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്, ഇഷ്ടപ്പെട്ടു. അങ്ങോട്ട് ക്രോസ് ചെയ്യാം. ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഗാസയ്ക്ക് സപ്പോർട്ടായി ഗാസയിൽ നടക്കുന്ന ജീനോസൈഡ് നിർത്തണമെന്ന ആവശ്യവുമായി
ഒരു പറ്റം ഗാസാനുകൂലികളെ കാണുവാനിടയായി. അവരുടെ പ്രതിഷേധയോഗമാണോ എന്തോ നടക്കുകയാണ് ഇവിടെ. ഞങ്ങളത് കണ്ട് മടങ്ങുകയാണ്. ആൽബർട്ടിനെ കാണിച്ചു കൊടുക്കാം. ഇതാണ് ആൽബർട്ട. എനിക്കിത് വന്ന ഓരോ പ്രൊവിൻസിന്റെയും ഷീൽഡ്സ് ആണ്. എനിക്ക് ആൽബർട്ടിനെ കണ്ടിട്ട് മനസ്സിലായിട്ടുള്ളൂ.